സെൻറ്റ് ജോർജ് മലങ്കര ചർച്ചിൻ്റെ ഒരു ചെറിയ കുരിശുപള്ളിയാട്ടോ നമ്മളീ കാണുന്നത്. അവിടെ കല്ലിൽ കൊത്തിയ കുറേ തൂണുകളും അതേപോലെ ഒരു ചെറിയ കുരിശടിയൊക്കെ കാണാം. അപ്പം എടക്കൽ കേവിൻ്റെ കവാടമാണ് നമ്മളീ കാണുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എടക്കൽ കേവാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തായിട്ട്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ് എടക്കൽ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടക്കൽ കേവിലേക്ക് ഇങ്ങനെ ട്രെക്ക് ചെയ്ത് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി കണ്ടില്ലേ, നമ്മളൊരു വിചിത്രമായിട്ടുള്ള ഒരു പക്ഷീനെ കണ്ടു കണ്ടോ. അതിൻ്റെ താഴെയൊക്കെ ഒരു ഓറഞ്ച് കളറും മുകളിൽ കറുപ്പ് നിറമുള്ള, അതിങ്ങനെ ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന വഴിക്കുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കവാടം എത്തിയിട്ടില്ല. ഏകദേശം താഴെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു എൻട്രൻസിൽ എത്തിച്ചേരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ എടക്കൽ കേവിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മുടെ മുകളിലേക്കുള്ള യാത്ര. അപ്പം കയറ്റം കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് റീഫ്രഷ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അഡൽറ്റിന് 50 രൂപയും ചിൽഡ്രൻസിന് 30 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞങ്ങളിവിടെ ഇരുന്നതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ മുകളിലേക്ക് ട്രെക്ക് ചെയ്ത് കയറുകയാണ്. വഴിയൊക്കെ നല്ല വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന ചേട്ടനെ നമ്മൾ ടിക്കറ്റൊക്കെ ഏൽപ്പിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. ആ നിലമൊക്കെ നല്ല രീതിയിൽ കല്ലൊക്കെ പാക്കി നല്ല വൃത്തി മെനയായിട്ടാണ് കേട്ടോ എടക്കൽ കേവ് സംരക്ഷിച്ചിരിക്കുന്നത്. അങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് അത് കാരണം നല്ല മുകളിലേക്ക് നല്ല കുത്ത് കയറ്റമാണെങ്കിൽ പോലും നമുക്ക് നല്ല വഴിയാണുള്ളത്. അപ്പം നമുക്ക് എന്താ പറയുന്നത്, വീഴുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. മുകളിൽ വരെ നല്ല പൊളിയായിട്ടാണ് അവർ വഴി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എടക്കൽ കേവിനെ പറ്റി കൂടുതലായിട്ട് പറയാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തായിട്ട് നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായിട്ടുള്ള അമ്പുകുത്തി മലയുണ്ട്. ആ അമ്പുകുത്തി മലയുടെ പ്രകൃതിജന്യമായ ഗുഹകൾക്കാണ് എടക്കൽ ഗുഹകൾ എന്ന് പറയുന്നത്. ചെറുശിലാ യുഗ സംസ്കാര കാലഘട്ടത്തിലെന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെട്ടു വരുന്നു. കേരളത്തിൽ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവിടെ എടക്കൽ കേവിലാണ് ഉള്ളത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പൂത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൻ്റെ മുകളിൽ വീണുറച്ച ഒരു കൂറ്റൻ പാറയാണ് ഈ മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഒരു ഗുഹയെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട പല ലിപികളും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ എടക്കൽ എന്ന പേരിനും ഒരു അർത്ഥമുണ്ട്. ഈ പാറയ്ക്കിടയിലെ അഥവാ പാറയുടെ നടുവിലുണ്ടായ ഈ വിള്ളൽ ഇടയിൽ നിന്ന് ആണ് ഈ ഒരു പേര് ശരിക്കും വന്നത്, എടക്കൽ എന്നുള്ള പേര് വന്നത്. ഈ ഏകദേശം ഒരു 98 അടി നീളവും 22 അടി വീതിയുമുള്ള ഈ ഒരു വിള്ളലാണ് ശരിക്കും ഈ ഗുഹയെ രൂപപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ഏകദേശം പകുതി എത്തി കേട്ടോ. പക്ഷേ ആദ്യം കണ്ട അത്രയും സുഖമായ വഴിയല്ല. മുകളിലേക്ക് കയറും തോറും ഇച്ചിരി ദുർഘടമായി തോന്നി. കാരണം പാറയിലൊക്കെ പിടിച്ച് കയറാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ മുൻപിൽ തന്നെ കുറേ പെൺകുട്ടികൾ ഞങ്ങളെക്കാളും ചുരുക്കമായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എടക്കൽ ഗുഹയുടെ ഒരു മെയിൻ കവാടത്തിന് മുന്നേ ഉള്ള ഒരു കവാടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഈ പാറകൾ ഇങ്ങനെ അടർന്നു മാറിയിരിക്കുന്ന കാഴ്ച ശരിക്കും ഫീഡ് ജനിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ധാരാളം വിനോദസഞ്ചാരികൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങ് ദൂരയിൽ നിന്നും എത്തുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഈ ഒരു ഗുഹയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ലിപികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഗുഹ പോലെ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ലിപികളും മറ്റ്
പ്രാചീനമായിട്ടുള്ള ചുവർ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ വീണ്ടും മുകളിലേക്ക് യാത്രയാവുകയാണ് കേട്ടോ. വഴിയിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളം പാറക്കല്ലുകൾ ഇങ്ങനെ അടർന്നു മാറി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിനിടയിലൂടെയുള്ള നമ്മുടെ യാത്ര ശരിക്കും ഒരു സാഹസികത നിറഞ്ഞൊരു യാത്ര തന്നെയാണ് കേട്ടോ. മുകളിലേക്ക് കയറുന്തോറും നമുക്ക് എന്താ പറയുക, ഒരു ആവേശവും നമുക്ക് കൂടി വരും. കാരണം നല്ല ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പം സേഫായിട്ടും സെക്യൂറായിട്ടും മാത്രം കയറി വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പാറയിലൊക്കെ ചിലപ്പം നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാടായിരിക്കും. അപ്പം അവർ തന്നിരിക്കുന്ന ആ ഒരു ദിശ സൂചികകൾ നോക്കി മാത്രം ട്രാവൽ ചെയ്യുക കേട്ടോ. അങ്ങോട്ട് നല്ല കുത്തനെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പുകൾ നമുക്ക് കയറി മുകളിലേക്ക് പോകാൻ എളുപ്പമാണ്. അതാണ് നമ്മൾ ഇങ്ങനെ പാറയിലൊക്കെ പിടിച്ച് മാക്സിമം പോകാതിരിക്കുക. അതിന് പകരം സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുക. കാരണം സ്റ്റെപ്പുകൾ കയറുമ്പോൾ നമുക്ക് ഭയങ്കര കുത്തനെ പോലെ തോന്നും കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുക. കണ്ടില്ലേ ഈ പാറയുടെ ഒരു വലിപ്പവും ആ ഒരു ഭീകരതയും കണ്ടില്ലേ? ഇങ്ങനെ എന്നാ പറയണേ, പല സ്ഥലങ്ങളിൽ നിന്നും പാറ അടർന്നു മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പോയിന്റുകളിലും ഇങ്ങനെ കാഴ്ചകൾ പകർത്തി നമ്മൾ വിശ്രമിച്ച് വീണ്ടും മുകളിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയുള്ള കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. എൻ്റെ അവസാനത്തെ ഗുഹ 2 ഗുഹകളാണ് ഉള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ നമ്മൾ അങ്ങനെ അവസാനത്തെ ഗുഹയിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി തീരുന്നതോടുകൂടി നമ്മൾ എത്തും കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ധാരാളം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. മുകളിലേക്ക് കയറി ചെല്ലും തോറും നമുക്ക് താഴേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായി ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ ആ പ്രാചീനമായിട്ടുള്ള ആ ഒരു കൊത്തുപണികളെല്ലാം ഉള്ള ഗുഹയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പഴയ ലിപികൾ. ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കേരളത്തിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന ഈ പാറയിലുള്ള കൊത്തുപണികളാട്ടോ ഈ എടക്കൽ ഗുഹയിലുള്ളത്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി പാറകളിൽ കണ്ടില്ലേ പ്രാചീനമായിട്ടുള്ള എന്നാ പറയണേ എഴുത്തുകുത്തുകളാണ് നമ്മൾ ഈ കാണുന്നത്. എനിക്കത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല, എന്നാലും നമുക്ക് കാണാൻ പറ്റും. ധാരാളം ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതെന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇതെല്ലാം പ്രാചീന ലിപികളാണ് കേട്ടോ. ഒത്തിരി വർഷം പഴക്കമുള്ള പ്രാചീന ലിപികളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ഗൈഡുമാരുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇവിടെയും പാറകളൊക്കെ അടർന്നു മാറിയിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ഷീണമെല്ലാം മാറും കേട്ടോ. ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള ആ താഴേക്കുള്ള കാഴ്ച, ആ എടക്കലിൻ്റെ കാഴ്ചയൊക്കെ അതിമനോഹരമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ദൂരെ പരന്ന് കിടക്കുന്ന മലനിരകളും പച്ചപ്പ് നിറഞ്ഞ ആ കുറേ കാടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാണ്. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എടക്കൽ ഗുഹയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതിനിടയിൽ എടക്കലിൽ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രാചീനമായ രീതിയിലുള്ള ഒരു നൃത്തം അവിടെ അവർ ചെയ്യുന്നത് കണ്ടു. അതെല്ലാം അതിമനോഹരമായിരുന്നു. ആ കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം നമുക്ക് എടക്കൽ ഗുഹയുടെ ഈ കാഴ്ചകളൊക്കെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും ഇവിടുത്തെ ഈ എടക്കൽ ഗുഹയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി